ഗായ്സ്, ന്യൂ ഫിയർ അൺലോക്ക്ഡ്. നമ്മളെപ്പോലെ ബാച്ചിലേഴ്സ് പേടിക്കണ്ട, പക്ഷെ കല്യാണം കഴിഞ്ഞാൽ പേടിക്കണം. നിങ്ങൾ ഈ ഗ്രേ ഡൈവേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഒരു വാക്ക് കേട്ടപ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായി. അപ്പം ഞാൻ ഇതിനെപ്പറ്റി തപ്പിയപ്പോൾ എനിക്ക് മനസ്സിലായത്, കല്യാണം കഴിഞ്ഞ് 10-20 വർഷങ്ങൾക്ക് ശേഷം ഈ ദാമ്പത്യബന്ധം പിരിയുന്നതിനെയാണ് ഗ്രേ ഡൈവേഴ്സ് എന്ന് പറയുന്നത്. ഞാനൊരു ഇൻ്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 7 വർഷം, ഈ 7 വർഷം അതിജീവിച്ചാൽ പിന്നീട് നമ്മുടെ ഡൈവേഴ്സിനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവായിരുന്നായിരുന്നു അന്ന് ഞാൻ ഇൻ്റർവ്യൂവിൽ കണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലടക്കം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ, ഈ ഗ്രേ ഡൈവേഴ്സ് കൂടി വരുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഇന്ത്യയിൽ പണ്ട് മുതൽക്ക് ഡൈവേഴ്സ് വളരെ കുറവായിരുന്നു. കേരളത്തിൽ പക്ഷേ അന്നോട്ടെ ചെറിയ രീതിയിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് യൂറോപ്പിലെ പോലെ തന്നെ ഇന്ത്യയിലുമുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ അത് കൂടുതലാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കാലഘട്ടം മാറിയതനുസരിച്ച് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതത്തിൻ്റെയൊക്കെ ഒരു നിർവചനം മൊത്തത്തിൽ മാറി. പണ്ട് ഒരു കുടുംബത്തിൻ്റെ മൊത്തം സന്തോഷത്തിന് വേണ്ടിയാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് മാറി വ്യക്തിപരമായ സന്തോഷത്തിനും അതുപോലെ ആഗ്രഹപൂർത്തീകരണത്തിനും വേണ്ടി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സന്തോഷം, അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അതാണിപ്പോൾ ഈ വിവാഹമോചനത്തിലേക്ക് കൂടുതലായിട്ട് വഴികളിക്കുന്നത്. അതായത് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് കാലം ജീവിക്കൂ. ഈ കുറച്ച് കാലം മറ്റുള്ളവരുടെ സന്തോഷത്തിനും ഒക്കെ വേണ്ടി നമ്മുടെ സന്തോഷങ്ങളെ അടിയറവ് വെക്കാണ്ട് ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നമുക്കിഷ്ടമുള്ള പോലെ അടിച്ചുപൊളിച്ച് ജീവിക്കാവുന്നൊരു കൺസെപ്റ്റ് കൂടുതലായി വന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഗ്രേ ഡൈവോഴ്സൊക്കെ കൂടി വരുന്നത്. ഇപ്പോൾ ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ അവർക്ക് ഏകദേശം പരസ്പരം മനസ്സിലാക്കാനും വേണമെങ്കിൽ യോജിക്കാനും പിരിയാനുള്ള ചാൻസ് ഉണ്ട്. പഠനങ്ങൾ പറയുന്നത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ അവരെ മുന്നോട്ട് നയിക്കുന്നത് പാഷനല്ല, കമ്മിറ്റ്മെൻറ്റാണ്. അതായത് നമ്മൾ കല്യാണം കഴിച്ചു പോയല്ലോ, അതുകൊണ്ട് ഇനി ജീവിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാത്രം അറേഞ്ച്ഡ് മാരേജിൽ നമ്മുടെ ലൈഫ് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം എന്ന് തീരുമാനിക്കുന്നവരാണ് കൂടുതലും. അപ്പോൾ അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഒരു പ്രശ്നവുമില്ലാതെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് കേട്ടോ. അതായത് അനുഗ്രഹിക്കപ്പെട്ടവർ, ഒരുപാട് ബ്ലെസ്സിങ് ഉള്ളവർ. എന്തായാലും ഞാൻ ഈ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ കുറേ ഓവർ തിങ്ക് ചെയ്തു. ഇല്ലാത്ത എൻ്റെ വൈഫിനെ പറ്റി, ഞങ്ങൾ പിരിയുന്നതിനെ പറ്റി എല്ലാവർക്കാണ്. പിന്നെ ഉണ്ടല്ലോ, സബ്സ്ക്രൈബ് ഫോർ മോർ.